ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സോപ്പാണ്. ക്യാരറ്റ് സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ക്യാരറ്റ് സോപ്പൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇതുപോലെ ഉണ്ടാക്കിയ വെറും ക്യാരറ്റ് വെച്ച് മാത്രം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് നമ്മുടെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലെ ക്യാരറ്റും ഒരു ചെറിയ ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒന്ന് മാത്രം എടുത്താൽ മതി. ക്യാരറ്റ് നല്ലതുപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി കട്ടാക്കി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ അരിപ്പ വെച്ച് കൊടുത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ആദ്യം ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ അതിൻ്റെ ജ്യൂസൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടും. അത് കഴിഞ്ഞ് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താലും മതി. ഇപ്പം നമുക്കൊരു 5 സോപ്പൊക്കെ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ജ്യൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ജ്യൂസ് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തായി നമുക്കിതിലേക്ക് വേണ്ടത് സോപ്പ് ബേസാണ്. ഞാനിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ സോപ്പ് ബേസ്. ഇതിപ്പോൾ 1 കിലോൻ്റെ സോപ്പ് ബേസാണ്. ഇതിൽ നിന്ന് ഒരു പകുതിയോളം നമുക്ക് എടുക്കാം. ഓൺലൈനായിട്ട് സോപ്പ് ബേസ് വാങ്ങുന്ന സമയത്ത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് ബേസ് തന്നെ നോക്കിയിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. ബാക്കി പകുതി നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഇത് ചെറിയ പീസാക്കി കട്ടാക്കി എടുക്കാം. ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ചെറിയ പീസാക്കി കട്ടാക്കുന്നത്. അപ്പോൾ വേഗം തന്നെ മെൽറ്റായി കിട്ടും. ഈ ഒരു സോപ്പ് ബേസിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റിൽ പറയണം കേട്ടോ. ഇനി ഈ കട്ട് ചെയ്ത സോപ്പ് ബേസ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലതുപോലെ മെൽട്ടായി കിട്ടും. ഇതിപ്പോൾ സോപ്പ് ബേസൊക്കെ നല്ലതുപോലെ തന്നെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ അടിച്ച് വെച്ച ക്യാരറ്റ് ജ്യൂസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി അതൊരു ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതുപോലുള്ള സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള മോൾഡ് ഇല്ലയെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഐസ്ക്രീം കപ്പിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ചെറിയ പാത്രത്തിലോ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അതും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കപ്പൊക്കെ എടുത്താൽ മതി. ഇതുപോലെ ഉള്ളതിലേക്ക് ഒഴിക്കുമ്പോൾ പാത്രത്തിൽ ഒന്ന് ഓയിലും തടവിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. ഡ്രൈ ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതുപോലെ തന്നെ 1 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും. ഞാനിപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ അധികം വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇതുപോലെ ആക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുന്നതാണ്. നമ്മൾ അടിയിൽ ഓയിലിട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളകി കിട്ടും. ഇനി സോപ്പ് മോൾഡിൽ വെച്ചാൽ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി സോപ്പ് ഇട റെഡി ആയിട്ടുണ്ട്. ഇനി കടയിൽ നിന്നൊന്നും വാങ്ങാണ്ട് നമുക്ക് തന്നെ നമുക്ക് വേണ്ട സോപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സോപ്പ് ഇട കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാക്കി എടുക്കുമ്പോൾ നമുക്കിപ്പോൾ സോപ്പ് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വരുമെന്നില്ല കേട്ടോ. നമ്മുടെ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സോപ്പാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി ഇത് നമുക്കൊരു ക്ലീൻ റാപ്പോടൊക്കെ കവർ ചെയ്തിട്ട് കുറേ നാളൊക്കെ സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.